നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പുതിയ ഒരു മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ആദ്യ കർത്തൃ ദിവസം ഞങ്ങളുടെ മഹായിടവകയിൽ യുവജന ഞായറായി ആചരിക്കുന്ന ഇന്നേ ദിവസം പരിമിതികൾ ഞങ്ങളെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്നു. എങ്കിലും അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ എവിടെ ഇരുന്നാലും തിരുസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ദൈവവചനം ശ്രദ്ധിച്ചും ദൈവിക കൃപകൾ അനുഭവിച്ചും ജീവിതയാത്ര തുടരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ദൈവനാമ മഹത്വത്തിനായിട്ട് കീർത്തനം 6 നമുക്ക് പാടാം. ഹിം നമ്പർ 6. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. കണ്ണില്ലാത്തവനേ നീ
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുക്കാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോട് കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വന്തത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകളുടെ പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം വഴിയ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുമടക്കി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി കേട്ടു പറയാം. സർവസിദ്ധി മഹാകരുണാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളും മോഹങ്ങളെയും മനസ്സിൽ തടഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. അശ്വരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നിങ്ങളുടെ പിടികളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. നീ മനുഷ്യരോട് അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണാവേ, നിന്റെ പരിശുദ്ധാത്മാവത്തായിട്ട് ഞങ്ങളുടെ മേലെ ബുദ്ധിയോടും നീതിയോടും സ്വസ്ഥതയോടും ക്രിസ്തുവിനെ കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ഞങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടത് ശാന്ത മനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ കൈലാവുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മലഞ്ഞിരിക്കുന്നു. നമസ്കരിക്കാൻ നമ്മെ നിർമ്മിച്ച മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. സാമോന്മേക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്ങൾ പോകുന്ന പ്രകാരം തന്നെ. ആമേൻ. പ്രത്യേക സങ്കീർത്തനം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 146. 146 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക.
നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സ്ഥലവും ഉണ്ടാക്കി, അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിയിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിപ്പീൻ. ആദ്യം ഇപ്പോൾ നേക്കും പ്രകാരം തന്നെ. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 42-ന്റെ 1 മുതൽ ആരംഭിക്കുന്നു. ഇതാ, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ശതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോട് ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ഇങ്ങനെ പാഠം അവസാനിക്കുന്നു. പാട്ട് വാക്യപ്രതിവാക്യമായി വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് താരണം ചെയ്യുകയും ആദ്യം തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ പഴിക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പുയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ മുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമം ഓർത്തുകൊണ്ടുമാകുന്നു. നീയോ വൈകരെ അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന് ആർദ്രകരണയാൽ അവന്റെ ജനത്തിന്റെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണത്തിൽ ലഭിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലിലെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്രകരണയാൽ ഉയരത്തിൽ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യം എപ്പോഴും നേക്കും പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെ. ഫിലിപ്പിയർ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കും. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല അർത്ഥത്തെയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏകമനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമതപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കും. ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളും. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട്
ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ രണ്ടാം ഭാഗം അവസാനിച്ചു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സഭയുടെ പാട്ട് വാക്യം പ്രതിവാക്യമായി വായിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചുകൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെയുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കിരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മാത്രമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതരായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിന് എല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചുകൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യനെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരോടുകൂടി എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ചതിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ചേക്കും അവരെ ഉയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ പാപം കൂടാതെ കാത്തുള്ളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെ. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശുവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ശേഷം 10 പേര് കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. യേശുവരെ അടുക്ക വിളിച്ചവരോട്, ജാതികളിൽ അധിപതിയായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരുന്നു. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും
അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ മാത്രമേ വന്നത്. ഇത് ക്രിസ്തുവിന്റെ സുവിശേഷം. ഇന്ന് കേരള മഹായിടവകയിൽ യുവജന ഞായറായി ആചരിക്കുന്നു. മല്ലപ്പള്ളി കൊടി മാനുവൽ CSI ദേവാലയത്തിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഉപസഭ ദേവങ്കരയിലെ വളരെ സജീവമായി യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനിമോൾ ചാക്കോ ആവുന്നു. അനിമോൾ ചാക്കോയിൽ നിന്ന് ഇന്നത്തേക്കുള്ള ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കീർത്തനം 186 പാടാം. ഹിം നമ്പർ 186. ഒരിക്കൽ കൂടി യുവജന ഞായറായി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തിയതിന് ദൈവത്തിന് ആദ്യം തന്നെ നന്ദി അർപ്പിക്കുന്നു. CSI മധ്യകലമാട് യുവജന പ്രസ്ഥാനത്തിന്റെ യുവജന ഞായറിന്റെ ആശംസകൾ ഏവർക്കും അറിയിക്കുന്നു. ഒപ്പം എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മല്ലപ്പള്ളി ഹോളി ഇമ്മാനുവൽ CSI സഭയുടെ ഇടവപ്പെട്ടക്കാരനായ റവറൻ മാത്യു P. ജോർജസിനോടും സഭയുടെ കമ്മിറ്റി അംഗങ്ങളോടും യുവജന പ്രസ്ഥാന സുഹൃത്തുക്കളോടും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. 1914 അഭിവന്യ ഗിൽ തിരുമേനിയുടെ ദീർഘദർശനത്തിൽ സ്ഥാപിതമായ യുവജന പ്രസ്ഥാനം നാളിതുവരെ നിങ്ങൾ നൽകിയ കൈത്താങ്ങലിനും സ്നേഹത്തിനും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു.
1966 ആന്ധ്രയിലെ മുഗലപ്പള്ളിയിൽ യുവജന സംഘടനയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ആരംഭിച്ച മിഷൻ മധ്യപ്രദേശിലെ ആദ്യത്തെ മിഷണറി നമ്മുടെ സഭാംഗമായ റവറൻ പിഒ നൈനാനസിനെ ഈ സമയത്ത് ഓർക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ മുഗലപ്പള്ളി മിഷനെയും കൈത്താങ്ങിയ നിങ്ങളുടെ എല്ലാവിധ കൈത്താങ്ങലിനും നന്ദി അർപ്പിക്കുന്നു. തുടർന്നും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിനും നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ സാന്നിധ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ വർഷത്തെ യുവജന നായകന്റെ ചിന്താവിഷയമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് യുവജനങ്ങൾ യേശുവിന്റെ ശുശ്രൂഷകർ, നീതിയുടെ പ്രഘോഷകർ എന്നുള്ളതാണ്. യുവജനങ്ങൾ യേശുവിന്റെ ശുശ്രൂഷകർ, നീതിയുടെ പ്രഘോഷകർ. യുവത്വം പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും നിലയ്ക്കാത്ത പ്രവാഹങ്ങളുടെ കാലമാണ്. ജീവിത ലക്ഷ്യം രൂപപ്പെടുത്തുന്നതും ആദർശ ആശയങ്ങൾ ഉടലെടുക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ ഇന്നിന്റെ ജൈവ പരിസരത്തിൽ യുവതയ്ക്ക് ചിലപ്പോഴെങ്കിലും ആത്മാവ് നഷ്ടപ്പെട്ട് അർദ്ധശോഷണം സംഭവിക്കുന്നത് സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. ഒരു കാലഘട്ടത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന മനുഷ്യ ചിന്തയിൽ നിന്നും വളരെയേറെ വ്യതിചലിച്ചുകൊണ്ട് കാലം തന്നെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരാശി അത് ഉൾക്കൊള്ളുവാനും അതോടൊപ്പം തന്നെ പ്രതികരിക്കുവാനും തയ്യാറായിരിക്കുന്നു. സ്നേഹിക്കുവാൻ കഴിയുന്ന, മറ്റുള്ളവരെ കരുതുവാൻ കഴിയുന്ന ഒരു ബദൽ മാർഗം സ്വീകരിക്കുവാൻ നമ്മെ പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഉറ്റുകൊണ്ട് യുവജനങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും അതോടൊപ്പം നീതിയുടെ പ്രഘോഷകരും ആകണമെന്നാണ് ഈ യുവജന നായരിൽ എനിക്ക് നിങ്ങളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ആഹ്വാനം. ഒന്നാമത്, യേശുവിന്റെ ശുശ്രൂഷകർ യേശുവിനെ പോലെയുള്ള ശുശ്രൂഷകർ ആകണം എന്നുള്ളതാണ്. യേശുവിന്റെ ശുശ്രൂഷകർ യേശുവിനെ പോലെ ആകാനുള്ള കഴിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. സുവിശേഷ വേദഭാഗം വാങ്ങിച്ച മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യം. യേശു അവനോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. ഞാൻ കുടിക്കുന്ന പാനപാത്രം, ഇവിടെ പാനപാത്രം എന്ന് സൂചിപ്പിക്കുന്നത് ശുശ്രൂഷയാണ്, ക്രിസ്തുവിന്റെ വഴിയാണ്, ക്രിസ്തുവിന്റെ പാതയെയാണ്. യേശു നമുക്കും നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരി കുന്നിൽ യാഗമായി തീർന്നത്. പാപത്തിന്റെ പരിഹാരമായി നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി ആ സ്വന്തം ജീവനെ ആ ക്രൂശിൽ വെടിയുന്ന സമയത്തെ നാം ഓർക്കാം. ആ ഒരു ഓർമ്മയെ മനസ്സിൽ ഓർത്തുകൊണ്ട് യേശുവിന്റെ ശുശ്രൂഷകരാകുവാനും യേശുവിനെ പോലെയുള്ള ആ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായി കൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ എന്ന ക്ഷമയുടെ പാഠം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ക്രൂശിലെ മൊഴിയും ഓരോ വ്യത്യസ്തമായ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും എന്ന് പറയുമ്പോൾ, ഒപ്പം വേദനയും യാതനയും സഹിക്കുമ്പോൾ ഒപ്പം ക്രൂശിൽ കിടന്ന ആ ഒരു വ്യക്തിയെ മനസ്സുകൊണ്ട് കരുതുവാനും സ്നേഹിക്കുവാനും ആ സമയത്ത് സ്നേഹത്തിന്റെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമത്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് തന്റെ അമ്മയോട് ശിശുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പറയുവാൻ കാണിക്കുന്ന ആ മനസ്സിനും ആ കരുതലിനെ നാം കാണാതെ പോകരുത്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ക്രൂശിൽ പറയുമ്പോൾ പോലും ദൈവത്തോടുള്ള ആ ബന്ധം മാറാതെ ആ അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ മുന്നോട്ട് ജീവിക്കുവാനും മുന്നോട്ട് ആ ഒരു വെളിച്ചം നമ്മളിൽ നൽകുവാനും ക്രിസ്തു ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ക്ഷമയും കരുതലും സ്നേഹവും ആ ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ ആ പഠിത്തം ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്തെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. അതായത് ക്രൂശിൽ കിടന്ന് മരണവെപ്രാളത്തിലും തന്നെത്താൻ താഴ്ത്തുവാനും ആ ക്രൂശിലെ ജീവത്യാഗം ആ അനുഭവം നമ്മളിലേക്ക് പകരുവാനും ക്രിസ്തു ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനും സാധിക്കും. ക്രിസ്തുവിന്റെ ഒരു മാതൃകയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഈ മാതൃക ക്രിസ്തുവിന്റെ കുരിശിൽ തന്നെയല്ല നമ്മുടെ ജീവിതത്തിലും തെളിയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു എങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിന്റെ പ്രഘോഷകർ ആയി തീരുവാൻ സാധിക്കുകയുള്ളൂ. ശബ്ദ കോലാഹലങ്ങളിലൂടെ അല്ല ഒരു സമരം ഉണ്ടാവേണ്ടത്, നിശബ്ദമായ വിപ്ലവമായി തീരുന്ന നമ്മുടെ ഓരോരുത്തരുടെ സമരങ്ങൾ. ശുശ്രൂഷകന്റെ ശൈലി എന്ന് പറയുന്നത് നിശബ്ദതയുടെ ശൈലിയായി മാറണം. ക്രിസ്തുവിൽ മനുഷ്യത്വവും
അതോടൊപ്പം തന്നെ ദൈവത്വവും നമുക്ക് വെളിവാകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. രണ്ടാമത്, യേശുവിനെ പോലെ നീതിയുടെ പ്രഘോഷകരും നീതിയുടെ പ്രവർത്തകരുമാണ് നാം ഓരോരുത്തരും. രണ്ടാമത്, യേശുവിനെ പോലെ നീതിയുടെ പ്രഘോഷകരും നീതിയുടെ പ്രവർത്തകരുമാണ്. ഒന്നാം പാഠഭാഗമായി വായിച്ച യെശയ്യാപ്രവചന്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കഷ്ടപ്പെടുന്ന ഒരു ദാസനെ കാണുന്നു. ഇതാ, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കുന്നു. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയുമില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. സമൂഹത്തിലെ ഒരു തലത്തിൽ നടത്തപ്പെടുന്ന നീതി നിഷേധങ്ങൾ സ്വാഭാവികമായി മറ്റു തലങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി നാം കഴിഞ്ഞ കാലങ്ങളിൽ കാണുന്നു. ഇവിടെ തെരഞ്ഞെടുത്ത ശുശ്രൂഷയിലൂടെ വിഭാവനം ചെയ്യുന്ന ദൗത്യത്തിന്റെ നീതിയെയാണ് നാം കാണുന്നത്. ചതഞ്ഞ ഓട. ഒരു പക്ഷേയെങ്കിൽ നാം ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു ചെടി തകർക്കപ്പെട്ട അവസ്ഥയിൽ പോലും അതിനെ മറ്റൊരാൾ പരിഗണിക്കുമ്പോൾ അവിടെ ഒരു നീതിയുടെ പ്രഘോഷണം ഉണ്ടാകുന്നു. അതായത് ആരുമില്ലാത്തവനും മുറിവേൽക്കപ്പെട്ടവനും ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് എന്നിലും നിങ്ങളിലും ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ ചതഞ്ഞ ഓടയിൽ നിന്നും ഒരു അനുഭവം ഉണ്ടാകുന്നു. നീതി നിശ്ചയിക്കപ്പെടുന്നവരോട് പലരും മൗനം പ്രകടിപ്പിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ അനീതി. ഒരു ശുശ്രൂഷകൻ പലപ്പോഴും നേരിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കുവാൻ ശ്രമിക്കാവുള്ളൂ. ഒരു കഥയാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു അപ്പച്ചനും കൊച്ചുമകനും കൂടെ ട്രെയിൻ കാണാൻ പോയൊരു കഥ. ആ അപ്പച്ചനും കൊച്ചുമകനും ട്രെയിൻ കാണാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഇവര് വരാൻ അല്പം താമസിച്ചുകൊണ്ട് ട്രെയിൻ വന്ന് കിടക്കുന്ന ആ ഒരു നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ആ അപ്പച്ചനും കൊച്ചുമകനെ കാണുവാൻ സാധിച്ചത്. എന്നാൽ ഈ അപ്പച്ചൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ട്രെയിൻ കാണുന്നത്. ആ അപ്പച്ചൻ കൊച്ചുമകനോട് പറഞ്ഞു, ഇത് ഓടാനൊന്നും പോകുന്നില്ല, ഒരു വലിയ വണ്ടിയല്ലേ, ഇതെങ്ങനെ ഓടാൻ സാധിക്കുമെന്ന്. എന്നാൽ അപ്പച്ചന്റെ സകല പ്രതീക്ഷകളും നിമിഷങ്ങൾക്കുള്ളിൽ പ്രതീക്ഷകൾ മാറി ചിന്തിച്ചുകൊണ്ട് ആ ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടു. പെട്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു, ഈ ട്രെയിൻ ആ വളവിനപ്പുറം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന്. ഉടനെ ആ ചെറുമകൻ പറഞ്ഞു, അങ്ങനെ പറയല്ല അപ്പച്ച, നോക്കിക്കോ, കണ്ടോ എന്ന്. പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അപ്പച്ചന്റെ കണ്ണിന് മുന്നിൽ നിന്ന് ആ ട്രെയിൻ മറയുന്നതായി അപ്പച്ചൻ കണ്ടു. ഉടനെ അപ്പച്ചൻ തിരിച്ച കൊച്ചുമകനോട് പറഞ്ഞു, ഇപ്പൊ എന്നെ ഈ ട്രെയിൻ എന്ന് പറയുന്ന വണ്ടി മുന്നോട്ട് ഓടി, അധിക ദൂരം ഒന്നും ഇത് പോകത്തില്ല, കാരണം ഇത് ഇത്രയും വലിയ വണ്ടിയല്ലേ, ഇത് നിർത്തുവാൻ സാധിക്കത്തില്ല എന്ന്. ആ ബുദ്ധിമാനായ കൊച്ചുമകൻ എന്തത് ചെയ്തെന്ന് ചോദിച്ചാൽ പോയി ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് തൊട്ടടുത്ത് വന്ന ട്രെയിനിൽ അപ്പച്ചനെ നിർബന്ധിച്ച് കയറ്റി അടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടിറക്കി. പിന്നെ അങ്ങോട്ട് അപ്പച്ചനെയും കൊച്ചുമകന്റെയും ആ ഒരു സംസാരം കേട്ട് കഴിയുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ സംസാരത്തെക്കുറിച്ചും നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചും വിവർത്തനമാക്കുവാൻ സാധിക്കും. കാരണം പിന്നീട് അപ്പച്ചൻ തന്റെ കൊച്ചുമകനോട് പറഞ്ഞു, ഞാൻ എന്ത് കാര്യത്തിനെ എതിർത്ത് സംസാരിക്കുന്നു അത് തെറ്റായ ദിശയിൽ എടുക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് നീ മനസ്സിലാക്കി തന്നു എന്ന്. ഇന്നത്തെ നവമാധ്യമ രംഗങ്ങളുടെ കടന്നുകയറ്റത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ള എന്ത് പ്രതിസന്ധിയിലും എന്ത് പോരായ്മകളിലും നാം എപ്പോഴും പറയുന്നത് ഇത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോട് യുവജനങ്ങളോടാണെങ്കിലും വാർദ്ധക്യമുള്ളവരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളോടാണെങ്കിലും ഒരു ദിവസം വീടിനകത്ത് കഴിച്ചുകൂടാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നാം നമ്മുടെ ജോലി സ്ഥലങ്ങളാണെങ്കിലും നമ്മുടെ കൂട്ടുകാർക്കൊപ്പമാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ വീടിന്റെ ആ ഒരു വീടിന്റെ ചുറ്റളവിൽ മുന്നോട്ട് പോകാൻ. എന്നാൽ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടെ കൊറോണ എന്ന വൈറസ് മുഖേന നമുക്ക് ആ ഒരു പാഠം കൂടെ പഠിക്കുവാൻ നമുക്ക് സാധിച്ചു. എങ്ങനെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിച്ചു. കാലം അങ്ങനെയാണ്. ഏറെ ചോദ്യങ്ങളും ഏറെ ഉത്തരങ്ങളും നമുക്ക് നേരെ നൽകിക്കൊണ്ട് അതിനേറെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും അർത്ഥമില്ലാതെ പോകുന്ന ശൂന്യ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ ശോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഉരുളുന്ന കല്ലിൽ പായിൽ പിടിക്കില്ല എന്ന് പഴമക്കാർ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവരിൽ അശുദ്ധി ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപമായിട്ടാണ് പ്രാർത്ഥനയെ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും 10 മിനിറ്റിലും 5 മിനിറ്റിലും ചുരുങ്ങുന്ന ഒരു ചെറിയ പ്രാർത്ഥനയായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയില്ലാത്ത ജീവിതത്തെ മേൽക്കൂരയില്ലാത്ത വീടിനോടാണ് ഒരു എഴുത്തുകാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റി നിർത്തേണ്ട ഒരു കാര്യമേ അല്ല. നീതിബോധവും നിയമസാക്ഷരതയും സമൂഹത്തിൽ ഏറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
നാം നീതിബോധം എന്തും നിയമസാക്ഷരതയെക്കുറിച്ച് നമുക്ക് ഏറെ അറിവുമുള്ളതാണ്. എന്നാൽ മറുവശത്ത് നാം കാണുന്നത് നീതി നിഷേധത്തിന്റെയും നിയമലംഘനത്തിന്റെയും ഒരു കാലഘട്ടമാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. നമ്മുടെ കോടതികൾ നാം ഏറെ കാണുന്നത് കണ്ണ് കെട്ടി നിൽക്കുന്ന ആ ഒരു നീതി ദേവതയാണ്. ആ നീതി ദേവതയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നാം നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ കുഞ്ഞു കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല എങ്കിൽ വരും തലമുറയിൽ അന്യം നിന്ന് പോകുന്ന വെറും ഒരു കലാരൂപമായി പ്രാർത്ഥന മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാളെയുടെ ഭാവി തലമുറയായ നമ്മുടെ യുവജന പ്രസ്ഥാനത്തെയും നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവസരമൊരുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. യുവജനങ്ങൾ എന്ന് പറയുന്നത് ഒരു പട്ടമാണ്. അതിന്റെ നൂല് എപ്പോഴും സഭയുടെ കയ്യിലായിരിക്കണം. കാറ്റ് എന്ന് പറയുന്നത് ദൈവമാണ്. അത് ഒരു പക്ഷെങ്കിൽ പ്രതികൂലമായും അനുകൂലമായും വീശുമ്പോഴും ആ നൂല് എന്ന് പറയുന്ന സഭ യുവജന പ്രസ്ഥാന അംഗങ്ങൾക്ക് പറക്കുവാനുള്ള ഒരു അവസരത്തെയാണ് ഒരുക്കി കൊടുക്കേണ്ടത്. നാം ഇപ്പോൾ കാണുന്ന ആ ഒരു കാലഘട്ടം മുന്നോട്ട് ജീവിക്കുവാനും തരണം ചെയ്യുവാനും യുവജന പ്രസ്ഥാന അംഗങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. സമൂഹത്തിലെ സമസ്ത നീതിയും നീതി നിഷേധങ്ങളും ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവജന പ്രസ്ഥാന അംഗങ്ങളെ പ്രാർത്ഥനാപരമായി മുന്നോട്ട് ജീവിക്കാനുള്ള അവസരത്തെ അവർക്ക് ഒരുക്കി കൊടുക്കണം. ചിത്രശലഭ പ്രതിഭാസത്തെ കുറിച്ചുകൂടെ ഞാൻ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു ചിത്രശലഭത്തിന് ചിറകടിച്ച് ഉയരുമ്പോൾ ആ ചിത്രശലഭത്തിന് മർദ്ദം, അതായത് ചിറകിൽ നിന്ന് വരുന്ന ആ മർദ്ദം ഒരു കൊടുങ്കാറ്റായി വരെ ഭവിക്കാം എന്നാണ് പ്രശസ്തമായ ആളുകൾ പറയുന്നത്. ചെറിയ മാറ്റങ്ങൾ പോലും നാം വരുത്തുമ്പോൾ ആ മാറ്റങ്ങളിൽ നിന്നും വലിയ ഒരു മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശുവാൻ നമുക്ക് സാധിക്കണം എന്നും ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളിൽ, സഭയില്, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളില്, നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് വലിയ ഒരു മാറ്റത്തിന്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വലിയ മാറ്റത്തിന് നാം മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്തുവിന്റെ ശുശ്രൂഷകരായി, നീതിയുടെ പ്രഘോഷകരായി ഈ ഒരു കാലയളവിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മല്ലപ്പള്ളി CSI ഇടവകയോടും അതിന്റെ സഭ ഇടവപ്പെട്ടക്കാരനായിരിക്കുന്ന മാത്യു ബി ജോർജസിനോടും കമ്മിറ്റി അംഗങ്ങളോടും യുവജന പ്രസ്ഥാന സുഹൃത്തുക്കളോടും ഒറ്റ വാക്കിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളും ഇങ്ങനെ ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുവാനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുവാനും കർത്താവിന്റെ പാത ഒരുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും മഹാട യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഒരുമിച്ച് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ അവിടെ ചെയ്യും. വിശുദ്ധ കാതോലികസഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ ഉദ്ധാരണത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനകൾക്കായിട്ട് നമ്മുടെ മക്കളെ വണക്കാം. നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഉള്ളതോ. ആമേൻ. യുവജന ഞായറാഴ്ചത്തേക്കുള്ള
യുവജനങ്ങൾ യേശുവിന്റെ ശുശ്രൂഷകർ, നീതിയുടെ പ്രഘോഷകർ. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അയച്ച് ഞങ്ങളിൽ വലിയവരാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാവരും മറ്റുള്ളവർക്ക് ശുശ്രൂഷക്കാരാകണം എന്ന് പഠിപ്പിച്ച് നിന്റെ കരുതലിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ഭാവം തന്നെ ഞങ്ങളിൽ നൽകി നീതിക്കായി കഷ്ടത ഏൽക്കുവാനും പരസ്പര സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണത്തിലൊക്കെയും നിന്റെ താഴ്മയുടെ ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിനും വീഴാതെ യാതൊരു ആപത്തിലും അകപ്പെടാതെ നിന്റെ മുമ്പാകെ നീതിയായിട്ടുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. എല്ലാവർക്കും നോട്ടീസായിട്ട് ചില കാര്യങ്ങൾ അറിയിക്കട്ടെ. COVID-19 നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആരാധന നടത്തുവാൻ സാധിക്കാത്തതിനാൽ ഇത് ഓൺലൈൻ ആരാധനയായി ക്രമീകരിച്ചിരിക്കുന്നു. നമ്മുടെ ആരാധനാ സമയത്ത് തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഈ ആരാധനയിൽ പങ്കുചേരുവാൻ എല്ലാ സഭാജനങ്ങളെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവാലയം രാവിലെ മുതൽ 12:30 വരെ തുറന്നിരിക്കും. വരുന്ന ആളുകൾക്ക് ഇതിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നതിനും ദാനം, സ്തോത്രം ഇവ അർപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ട്. ബിഷപ്പ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുന്നത് സംബന്ധിച്ച് സിനഡ് സെക്രട്ടറിയുടെ കത്ത് വായിക്കട്ടെ. ജനറൽ സെക്രട്ടറിയുടെ കത്തിന്റെ മലയാള തർജ്ജിമ. CSI സഭയുടെ ഭരണഘടനാ അധ്യായം 6 റൂൾ 28 അനുസരിച്ച് നൽകപ്പെട്ട നോട്ടീസ് പ്രകാരം 2020 സെപ്റ്റംബർ മാസം 15-ാം തീയതി നടത്തപ്പെട്ട സ്പെഷ്യൽ മഹായിടവക കൗൺസിലിൽ താഴെ പേര് പറയുന്ന പട്ടക്കാരെ ബിഷപ്പ് നിയമനത്തിനുള്ള പാനലിലേക്ക് തിരഞ്ഞെടുത്തതായി ഇതിൻ പ്രകാരം അറിയിപ്പ് നൽകുന്നു. 1 റവറൻഡ് ഡോക്ടർ സാബു കെ ചെറിയാൻ, 2 റവറൻഡ് നെൽസൺ ചാക്കോ. പ്രസ്തുത തിരഞ്ഞെടുപ്പിൽ അതിന്റെ സാധുതയെ പറ്റിയോ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, അധ്യാപനം ഇവയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ, പരാതികൾ എന്നിവ ഉണ്ടെങ്കിൽ
ഇത് പ്രസിദ്ധീകരിച്ച് 21 ദിവസങ്ങൾക്കകം, അതായത് 2020 ഒക്ടോബർ 25-ാം തീയതിക്ക് മുമ്പായി അവ CSI ജനറൽ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ഇത് CSI ഭരണഘടന അധ്യായം 6 റൂൾ 29 അനുസരിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഈ നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ഒരു തീരുമാനം ഉണ്ടാകുവാൻ ജനത്തിന്റെ പ്രാർത്ഥന പ്രത്യേകമായി ക്ഷണിക്കും. പിറന്നാൾ, വിവാഹ വാർഷികം എന്നിവ ആചരിക്കുന്നവരുടെ പേരുവിവരങ്ങൾ വായിക്കും. പിറന്നാൾ KV ചാക്കോ പല്ലാത്തോട്ടത്തിൽ, ബോബി ചെറിയാൻ കറിയ ഇടത്തുണ്ടിയിൽ, മേരി ഐസക് ഉന്നത്ത്, ബിഷപ്പ് റേച്ചൽ മാത്യു ചവറുകാലായി, മെവിയ ഷൈജു ഫിലിപ്പ് ഉക്കാട്, റയൻ മാത്യു ചക്കാലയിൽ, ദിദി സൂസൻ വർഗീസ് കോയിപ്പുറത്ത്, എഡ്വിൻ പി ക്രിസ്റ്റി പ്രാന്തോട്ടത്തിൽ, ടീസ മൊറിൻ അലക്സ് തെക്കേപ്പറമ്പിൽ, ടിജിത് കെ സാൻഡി കുന്നത്ത്, സൈറ മറിയം ജോബിൻ പാലയ്ക്കൽ, സുനിഷ് ജോൺ മാത്യു പന്നിക്കുഴിയിൽ, റൂബൻ മാത്യു വർഗീസ് പുലിക്കല്ലമ്പുറത്ത്, ആഷിൻ ജോൺ ചാക്കോ കളത്തിങ്കൽ, ലീന മേരി ജേക്കബ് മേപ്രത്തുമണ്ണിൽ, മേരി ഉമ്മൻ പാലമറ്റം, ബാജി കെ വർഗീസ് കുന്നേൽ, സെറി ജോർജി തേരടിയിൽ, അമ്മണി ചെറിയാൻ ചക്കാലയിൽ, ചെറിയാൻ ഈസ്കറിയ ഇടത്തുണ്ടി. വിവാഹ വാർഷികം മെസ്സേഴ്സ് ജോൺ കെ ജോൺ കളത്തുങ്കൽ, സാം തോമസ് പുലിക്കാട്ടിൽ, VA യോഹന്നാൻ പന്നിക്കുഴിയിൽ, ജേക്കബ് ജോൺ ഇരുമേടയിൽ, ബിജു ചെറിയാൻ പട്ടശ്ശേരിൽ, മാത്യൂസ് ജേക്കബ് മണ്ണാരം. സകല അനുഗ്രഹങ്ങളുടെയും കാരണഭൂതനും അവയെ ഞങ്ങൾക്ക് നൽകുന്നതുമായ നിങ്ങളുടെ ദൈവമേ, രോഗികളുടെ എണ്ണം ഭീതിപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഞങ്ങൾ ജീവിക്കും. ആയുസ് നീട്ടിത്തന്ന, ആരോഗ്യം തന്ന, കുടുംബജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും അഭിമുഖീകരിക്കാൻ ശക്തി തന്ന, വിഭവങ്ങൾ നൽകിയ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങയുടെ ഈ പ്രിയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവർ എവിടെയായിരുന്നു എങ്കിലും അങ്ങേക്ക് അവർ സമീപസ്ഥരാകുന്നു. ദൈവമേ, പ്രവേശിച്ചിരിക്കുന്ന പുതിയ വർഷം ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും വർഷമാക്കി അങ്ങ് തീർക്കണം. മനുഷ്യരാരും മനുഷ്യരുടെ കാവലല്ല എന്ന് ലോക സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വിഭവങ്ങൾക്ക് എല്ലാം പരിമിതികൾ ഉണ്ട് എന്ന് വ്യക്തമായി കാലം ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ആരോഗ്യത്തോടെ സമാധാനത്തോടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഈ മക്കൾക്ക് പുതിയ അനുഗ്രഹങ്ങളെ നൽകണമേ. വന്നുപോയ കുറവുകൾ ക്ഷമിക്കണം. മഹത്വം അങ്ങ് മാത്രം എടുക്കണം. രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റു നിന്ന് ആരാധനാ ഗീതങ്ങളിൽ 146-ാമത്തെ ഗീതം ആലപിക്കും. ും
ദൈവത്തിന് എല്ലാവരെയും കുറിച്ച് ഉദ്ദേശമുണ്ടല്ലോ. കർത്താവിന്റെ ശുശ്രൂഷകരായി, നീതിയുടെ പ്രഘോഷകരായി യുവജനങ്ങൾ വരുംകാലങ്ങളിൽ നിലനിൽക്കുവാൻ, കർമ്മനിരതരാകുവാൻ എല്ലാ യുവതി യുവാക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യുവജന പ്രസ്ഥാനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ന് നേതൃത്വം നൽകുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി വരുന്ന നാളുകൾ അനേക സമർപ്പിത ശുശ്രൂഷകൾ ഉണരുന്നതിന് ഇടയാകുന്നതിനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത, നേരിട്ടില്ലാത്ത അനുഭവങ്ങളിലൂടെ സഭയും സമൂഹവും മുൻപോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ പ്രവർത്തനം കണ്ട് സന്തോഷിക്കുവാൻ ദൈവം പ്രവർത്തിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കും. വ്യക്തിപരമായ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ശാരീരികമായ പ്രയാസം അലട്ടുന്നുവെങ്കിൽ, മാനസികമായ വിഷയങ്ങൾ ഭാരപ്പെടുത്തുന്നുവെങ്കിൽ, സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മെ അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ, വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഇതിന്റെ മേൽ പ്രവർത്തിക്കുവാൻ കഴിയുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. വൈറസിന്റെ വ്യാപനം ഇന്നും ശക്തമായിട്ട് നടക്കുമ്പോൾ നമ്മിൽ പലരും രോഗികളായിട്ട് തീർന്നിരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും അനേകർ രോഗികൾ ഉള്ളപ്പോൾ എല്ലാം ദൈവം സൂക്ഷിക്കുന്നതിനാണ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന രംഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രവർത്തന രംഗങ്ങൾ എല്ലാം നമുക്ക് പ്രത്യേക പ്രാർത്ഥനകൾ ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. പട്ടക്കാർക്കും ജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശുശ്രൂഷകന്മാരെ നീതി ധരിപ്പിക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ നല്ല ദാനവും തികഞ്ഞവരുമൊക്കെ നീങ്ങുന്നല്ലോ വരുന്നത്. ഞങ്ങളുടെ എപ്പിസ്കോപ്പമാർ, പട്ടക്കാർ, സഭാപ്രവർത്തകർ എന്നിവരുടെ മേലും അവരുടെ വിചാരണയുള്ള ജനങ്ങളുടെ മേലും നിന്റെ കൃപയുടെ സുന്ദരമായിട്ടുള്ള ആത്മാവിനെ അയക്കണമേ. അവർ നിന്നെ സത്യമായി പ്രസാദിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ നിന്റെ അനുഗ്രഹമാകുന്ന നിരന്തരമായി മഞ്ഞ് പൊഴിപ്പിക്കണമേ. കർത്താവേ, കാര്യസ്ഥനും മധ്യസ്ഥനുമായ യേശുമിശിഹായുടെ ബഹുമാനത്തിനായിട്ട് ഇതിനെ നൽകണമേ. സുവിശേഷ പ്രസിദ്ധിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും ഭൂമിയിലെ സകല ജാതികളുടെയും ദൈവമേ, ക്രിസ്തേതരായ ലക്ഷോപലക്ഷങ്ങളെ ഓർക്കണമേ. നിന്റെ സാദൃശ്യത്തിൽ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും നിന്റെ സ്നേഹത്തെ അവർ അറിയുന്നില്ലല്ലോ. നിന്റെ വിശുദ്ധ സഭയുടെ പ്രാർത്ഥനകളാലും പ്രയത്നങ്ങളാലും അവരെല്ലാവരും സകല അന്ധതയിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് നിന്റെ പുത്രനായ യേശുമിശിഹായുടെ പരിഹാരയാഗത്തിനൊത്തവണ്ണം നിന്നെ ആരാധിക്കുമാറാകണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് നീ അയച്ചവനും എല്ലാ വിശ്വാസികളുടെയും പുനരുദ്ധാനം
പുനരുത്ഥാനവും ജീവനുമായ ആ യേശു മിശിഹ മുഖാന്തരം ഇതിനെ നിവർത്തിക്കണമേ. ക്രിസ്തീയ ഐക്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. എത്ര ശുഭം, എത്ര മനോഹരമാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് എന്റെ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു മിശിഹായേ, നിങ്ങളുടെ പാപങ്ങളെയല്ല നിന്റെ സഭയുടെ വിശ്വാസത്തെ ഓർത്ത് നിന്റെ ഇഷ്ടത്തിനനുസൃതമായ സമാധാനവും ഐക്യവും നിന്റെ സഭയ്ക്ക് നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുകൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സൺഡേ സ്കൂളുകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബാലങ്ങളുടെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? പൈതങ്ങളെ പരിപാലിച്ചു വളർത്തുവാൻ നിന്റെ വിശുദ്ധ സഭയെ പരമേൽപ്പിച്ചിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, എല്ലാ സൺഡേ സ്കൂളുകൾക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അത് പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിന്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ സത്യത്തെ കുറിച്ചുള്ള അറിവിൽ അവർ ഉല്ലസിച്ച് നിന്നെ ആരാധിക്കുവാനും ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിനക്ക് സേവനം ചെയ്യുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപ ചെയ്യണമേ. വിദ്യാലയങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ ഭക്തിജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്ന് നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രൻ അരുളി ചെയ്തുവല്ലോ. എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുഗ്രഹിച്ച് അവരുടെ പ്രയത്നങ്ങളെ ഫലവത്താക്കേണമേ. കുട്ടികളുടെ മനസ്സുകൾ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങൾ ദിനംപ്രതി നിന്നോട് നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ നിറയപ്പെടുവാനും കൃപയരുളേണമേ. സർവകലാശാലകൾക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷങ്ങൾ നടക്കുന്നത് തന്നെ വിവേകം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, എല്ലാ കലാശാലകൾക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവയിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും നിന്റെ വിശുദ്ധ ഹിതത്തെ അനുസരിക്കുന്നതിന് ഇടവിടാതെ ജാഗരൂകരായിരിക്കുവാൻ കൃപ ചെയ്യണമേ. നിന്റെ സത്യത്തെ കുറിച്ചുള്ള അറിവിലേക്ക് അവർ നടത്തപ്പെടുവാൻ തക്കവണ്ണം അവയിലെ പ്രവർത്തനങ്ങളെ ആസ്വദിച്ച് ഐശ്വര്യപ്പെടുത്തണമേ. അങ്ങനെ സഭയ്ക്കും രാഷ്ട്രത്തിനും അവരുടെ പഠിത്തം കൊണ്ട് നന്മ വരുമാറാക്കേണമേ. അവർ നിന്റെ ജീവന്റെ അനുഭവക്കാരായി തീരേണ്ടതിന് കൃപ നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോക സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ രാജാവായി എന്നേക്കും വാഴുന്നു. യഹോവ തന്റെ ജനങ്ങൾക്ക് സമാധാനമാകുന്ന അനുഗ്രഹം നൽകും. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ഉറവയാകുന്ന സർവശക്തനായ ദൈവമേ, നിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി മുഴുവൻ നിറയുമ്പോഴും ശാന്തതയിൽ നിന്റെ രാജ്യം പുരോഗമിക്കത്തക്കവണ്ണം സകല മനുഷ്യർക്കും സമാധാനത്തിനായിട്ട് യഥാർത്ഥ വാഞ്ച ഉളവാക്കണമേ. എല്ലാ രാജ്യങ്ങളിലും നേതൃത്വം വഹിക്കുന്ന ഹൃദയങ്ങളെ വിശുദ്ധവും സമാധാനപരവുമായി ജ്ഞാനങ്ങൾ നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിളവുകളിന്മേൽ അനുഗ്രഹം ചെയ്യുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കുന്നു. സർവശക്തനായ ദൈവമേ, ഭൂമി ഫലപുഷ്ടിയുള്ളതായി മനുഷ്യജീവിതത്തിന് ആവശ്യമായ സകലവും ധാരാളമായി ഉത്ഭവിക്കത്തക്കവണ്ണം നീ അതിനെ ധാരാളമായി അനുഗ്രഹിച്ചുവല്ലോ. അതിലധ്വാനിക്കുന്ന കർഷകരുടെ പ്രയത്നങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഭൂമിയുടെ ഫലങ്ങൾ അതത് സമയത്ത് ഞങ്ങൾ അനുഭവിച്ചിട്ട് നിന്റെ നന്മയിൽ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യേണ്ടതിന് അനുകൂലമായ കാലാവസ്ഥ നീളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സഭയുടെ
മൗഢ്യതയുള്ളവരെ നീതികൾ നടത്തുകയും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ എല്ലാ സംശയങ്ങളിലും നിശ്ചയമില്ലായ്മയും ഞങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ നിനക്ക് ഇഷ്ടമായിരിക്കുന്നു എന്ന് ചോദിക്കുവാൻ ഞങ്ങൾക്ക് തരണമേ. എല്ലാ തെറ്റായ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടതിനും ജ്ഞാനത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നിന്റെ പ്രകാശത്തിൽ പ്രകാശം കാണുകയും നിന്റെ നേരെയുള്ള പാതയിൽ നിന്ന് ഞങ്ങൾ ഇടറിപ്പോകാതിരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നുറുങ്ങിയ ഹൃദയമുള്ളവരെ അവിടെ കടാക്ഷിക്കുന്നു, അവരുടെ രോഗം സൗഖ്യമാക്കുന്നു. ജീവന്റെയും ആരോഗ്യത്തിന്റെയും ദാവതാവായ സർവശക്തനായ പിതാവേ, സകല രോഗികളെയും ദുഃഖിതരെയും കരുണയോടെ ദർശിക്കണമേ. തിരുവിഷ്ടമായാൽ അവർ ശരീരത്തിനും ആത്മാവിനും സൗഖ്യം പ്രാപിച്ച് വിശുദ്ധ സഭയിൽ നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവരെ ശുശ്രൂഷിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആശുപത്രികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നു. നന്മ ചെയ്തും സകലവിധ രോഗങ്ങളെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ച യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമേ, ഈ കാരുണ്യ പ്രവൃത്തി ഞങ്ങളുടെ ആശുപത്രികളിലും ആതുരശാലകളിലും തുറന്നുകൊള്ളണമേ. രോഗികളെ സൗഖ്യമാക്കുകയും ആശ്വസിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വൈദ്യന്മാർക്കും പരിചാരകന്മാർക്കും ജ്ഞാനവും സാമർഥ്യവും സഹതാപവും ക്ഷമയും നൽകണമേ. വേദന ശമിപ്പിക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും നിന്റെ സ്നേഹ ഉദ്ദേശികളെ പുരോഗമിപ്പിക്കുന്നതിനും ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. വ്യവസായ സ്ഥാപനങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. സർവശക്തനായ പിതാവേ, നിന്റെ പുത്രനായ യേശു മിശിഹാ മൂലം ശരീരാധ്വാനത്തെ മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്കായി വിശുദ്ധീകരിച്ചുവല്ലോ. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വ്യവസായങ്ങളെയും അവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സകലരെയും അനുഗ്രഹിക്കണമേ. അവർ നേരിടുന്ന എല്ലാ പരീക്ഷകളിന്മേലും അവർക്ക് ജയം നൽകണമേ. സകല ആപത്തുകളിൽ നിന്നും അവരെ വിടുവിക്കണമേ. അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി പ്രതിഫലം അവർക്ക് ലഭിക്കുമാറാകണമേ. അതിൽ ഏർപ്പെടുന്ന എല്ലാവരും അന്യോന്യമുള്ള തന്നെ ഇടപാടുകളിലും തന്നിൽ അവർക്കുള്ള സഹോദര ബന്ധം പ്രത്യക്ഷപ്പെടുത്തുവാൻ സാധിക്കേണ്ടതിന് സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും ചിന്തകൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ. എല്ലാവരും ഹിതത്തിനനുസൃതമായി ജീവിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയരുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. ദൂരസ്ഥരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ ദയോ എന്നതിനേക്കും അവന്റെ ഭക്തന്മാർക്കും നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് ദൂരെയിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരുണയുള്ള സംരക്ഷണയിലും കാവലിലും ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. നിന്നോടുള്ള സംസർഗത്തിൽ ഞങ്ങൾ സമീപസ്ഥരാകുന്നല്ലോ. തിരുക്കൂട്ടായ്മയിൽ നിന്ന് അകന്നിരിക്കുവാൻ അവരെ സമ്മതിക്കരുതേ. ധന്യവും പരിശുദ്ധവുമായ തിരു സംസർഗത്തിൽ ഞങ്ങളെയും അവരെയും കാത്തുകൊള്ളണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൈനികരുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കർത്താവേ, ഇന്ത്യ രാജ്യത്തെ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. രാജ്യത്തുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് രാജ്യത്തിന്റെ ഭാരങ്ങളെ വഹിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങളിൽ നിന്ന് സകല ഭിന്നതകളും ശണ്ടകളും നീക്കിക്കളയണമേ. രാജ്യത്തിന്റെ സേവനത്തിനായി ഓരോരുത്തരിൽ നിന്ന് ആവശ്യപ്പെടുന്ന സേവനം ഞങ്ങളുടെ പ്രാപ്തിക്കനുസരണമായി ചെയ്യുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. പൊതു ആവശ്യ നിവർത്തിക്കായി സകലവിധ സ്വാർത്ഥപരമായ അനാസ്ഥയും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. ദർശനമില്ലാതിരിക്കുന്നിടത്ത് ജനവും
രാഷ്ട്രങ്ങളും നശിക്കുന്നതുകൊണ്ട് നിന്റെ സത്യത്തെയും നീതിയെയും കുറിച്ചുള്ള ദർശനം ഞങ്ങൾക്ക് നൽകണമേ. ഈ രാജ്യത്ത് അധികാരം വഹിക്കുന്ന എല്ലാവരും നേരായും പക്ഷപാതം കൂടാതെയും ന്യായം നടത്തിക്കുവാൻ അവർക്ക് വേണ്ട ജ്ഞാനവും പരമാർത്ഥതയും നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രത്യേകം അപേക്ഷിക്കുന്നു. പിതാവേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിഹ മൂലം ഇതിനെ നൽകണമേ. സകല വിധത്തിലും അവസ്ഥയിലുള്ള മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സകലരെയും സ്നേഹിക്കുന്നു. അവന്റെ കരുണകൾ തന്റെ സകലപ്രവർത്തനമേലും ഇരിക്കുന്നു. സകല മനുഷ്യവർഗത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, സകല വിധത്തിലും അവസ്ഥയിലുള്ള മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് താഴ്മയായി അപേക്ഷിക്കുന്നു. അവർക്ക് നിന്റെ വഴികളും സകല രാജ്യക്കാർക്ക് നിന്റെ രക്ഷയും അറിയിക്കുവാൻ നിനക്കിഷ്ടമുണ്ടാകണമേ. ഞങ്ങൾ കാതോലിക സഭയുടെ നന്മയ്ക്ക് വേണ്ടി ശേഷം പ്രാർത്ഥിക്കുന്നു. ആയത് നിന്റെ നല്ല ആത്മാവിനാൽ നടത്തി ധരിക്കപ്പെട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് അനുസരിച്ച് പറയുന്ന എല്ലാവരും സത്യവഴിയിലേക്ക് നടത്തപ്പെട്ട് ആത്മാവിന്റെ ഐക്യത്തിലും സമാധാന ബന്ധത്തിലും നീതിയുള്ള നടപ്പിലും വിശ്വാസത്തെ പ്രമാണിക്കുമാറാകണമേ. ഒടുക്കം മനസ്സിലോ ശരീരത്തിലോ അവസ്ഥയിലോ വല്ല പ്രകാരത്തിലും അനർത്ഥമോ ഞെരുക്കമോ വഹിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നിന്റെ പിതൃദയയിലേക്ക് വരവേൽപ്പിക്കുന്നു. അവരുടെ കഷ്ടതകളിൽ ക്ഷമയും അവരുടെ സകല ദുഃഖത്തിൽ നിന്നും സന്തോഷമുള്ള തീർച്ചയും നൽകി അവരുടെ ആവശ്യങ്ങൾ പ്രകാരം അവരെ ആശ്വസിപ്പിച്ച് സഹായിക്കാൻ നിനക്കിഷ്ടമുണ്ടാകണമെന്ന് ഇപ്രകാരം ഞങ്ങൾ യേശു മെസ്സിഹ നിമിത്തം തന്നെ യാചിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, മനുഷ്യവർഗം ശരിയായി ഭരിക്കപ്പെടേണ്ടതിന് ഭരണാധിപന്മാർക്ക് ആധിപത്യം നൽകിയവൻ നീയാകുന്നുവല്ലോ. ഞങ്ങളുടെ ഈ ദേശത്തെ ഗവർണറെയും മന്ത്രിമാരെയും മറ്റ് ഭരണാധികാരികളെയും കൃപയോടെ കടാക്ഷിക്കണമേ. നീ അവരെ ഫലമേൽപ്പിച്ചിട്ടുള്ള അധികാരം ജനങ്ങളുടെ ക്ഷേമത്തിനും സമാധാനത്തിനും നന്മയ്ക്കുമായി ഉപയോഗിക്കുവാൻ ഇടയാക്കണമെന്ന് അവരുടെ ആലോചനകളെ തിരിച്ച പ്രകാരം ധരിച്ചു നടത്തുവാൻ യുദ്ധം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദക്ഷിണേന്ത്യ സഭയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് പെന്തക്കോസ്താളിൽ പ്രത്യാശയോടും ഐക്യത്തോടും കാത്തിരുന്ന സഭയ്ക്ക് നിന്റെ പരിശുദ്ധദാനത്തെ നൽകിയ ദൈവമേ, ഇവിടെ നിന്നെ ആരാധിക്കുന്നവരായി ഇവിടെ അത്ഭുതകരമായ വിധത്തിൽ ഒരു ഏക തൊഴുത്തിലേക്ക് നീ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നിൽ നിന്ന് ഞങ്ങൾ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ നിനക്കായി വലിയ കാര്യങ്ങൾ ഉദ്യമിക്കുവാനും തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലും ആരാധനയും ആ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിന്നിൽ ഒന്നായി തീർന്നിട്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അയച്ചു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കൃപ ചെയ്യണമേ. അവന് നിന്നോടും പരിശുദ്ധാത്മാവിനോടുകൂടെ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലരുടെ പിതാവേ, അയോഗ്യരായ ചെയ്യുന്നു. വേണ്ടിയും കൂടാതെ
രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഈ ലോകത്ത് സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്ത് നിത്യജീവൻ ഞങ്ങൾക്ക് തരണമേ. നാം അർപ്പിച്ചത് അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുമുമ്പാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന വഴിപാടുകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ നിങ്ങളുടെ ദേഹം കൊണ്ടും ദേഹം കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വാതന്ത്ര്യമായും സേവിക്കുകയും നിന്റെ സേവയുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവരും കൂടെ ചേർന്ന് കീർത്തനം 199 പാടാം. ഹീം നമ്പർ 100.